ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു, നേരത്തെ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തു. ഇനി എൻ്റെ നേരെ ജാസ്മിൻ വരികയാണെങ്കിൽ കാല് വാരി നിരത്തടിക്കും. അത് ഇന്ന് പവർ ടീം ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. ആ മീറ്റിങ്ങിൻ്റെ ഉള്ളിലും ജിൻഡോ ഇത് തന്നെ പറഞ്ഞു. ഇന്നലെ റസ്മിൻ പറഞ്ഞ പ്രകാരമാണ് ഞാൻ ജാസ്മിനുമായിട്ടൊന്നും ഉടക്കിന് പോകാത്തത്. ജാസ്മിൻ പല പ്രാവശ്യം എന്നെ ചൊറിഞ്ഞുകൊണ്ട് വന്നു, ഞാൻ അനങ്ങിയില്ല. പക്ഷെ ഇനിയും ജാസ്മിൻ എനിക്കെതിരെ വരുവാണെങ്കിൽ കാല് വാരി നിരത്തടിക്കും എന്നുള്ളത്. അത് ജാസ്മിനും ഗബ്രിയും ചോദ്യം ചെയ്തു. പവർ ടീമിൻ്റെ മുന്നിൽ വെച്ച് അല്ലെങ്കിൽ കമ്മിറ്റിയുടെ മുന്നിൽ വെച്ച് ജിൻഡോ ക്യാപ്റ്റൻ താഴെ വാരി ഒരു മനുഷ്യനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള കാര്യം, അത് പവർ ടീം അതിന് ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞു. പവർ ടീം അത് ആലോചിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. ഇതിനിടയിൽ ജിൻഡോ ഉന്നയിച്ചൊരു കാര്യമുണ്ട്. ഇന്നലെ ഇവർ രണ്ടുപേരും കൂടെ നടത്തിയത് നാടകമാണ്. ഈ നാടകത്തിൽ നമ്മളെ മാനസികമായിട്ട് വിഷമിച്ചു. ബിഗ് ബോസ് തന്നെ നിശ്ചലമായി. ഇവർ രണ്ടുപേരും കൂടെ നടത്തിയ ഒരു നാടകം അത് ബിഗ് ബോസ് കണ്ടുപിടിച്ചു. അതിനുശേഷം ഇവർ തിരിച്ചു വന്ന് ഗബ്രിയും ജാസ്മിനും ഒക്കെ തിരിച്ചു വന്നതിന് ശേഷം അവർ വളരെ കൂളായിട്ടാണ് ഇടപെടുന്നത് കണ്ടത്. അപ്പോൾ ഇവർ മെൻ്റലായിട്ട് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ തലകറങ്ങി വീഴുന്നു, ഒരാൾ അലറി വിളിക്കുന്നു, ഒരാൾ ബഹളം വെക്കുന്നു. ഇതൊക്കെ ഇവരുടെ ഒരു നാടകം തന്നെയായിരുന്നു ഇന്നലെ നടന്നത്. അത് നമ്മളുടെ സമയം മെനക്കെടുത്തരുത് എന്ന് ജിൻഡോ പറയുന്നുണ്ട്. ജിൻഡോ സത്യം പറഞ്ഞാൽ തുറന്നടിക്കുക. നമ്മൾ പുറത്ത് കരുതുന്ന പല കാര്യങ്ങളും ജിൻഡോ അവിടെ തുറന്നടിച്ച് പറയുക. തുറന്നടിച്ച് പറയുക എന്ന് പറയുന്നത് ഇവർ നടത്തുന്ന നാടകമാണ്. ഈ നാടകത്തിൻ്റെ പുറകെ പോകാൻ നമുക്ക് സമയമില്ല. ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് ജിൻഡോ ഗബ്രിയുടെയും ജാസ്മിൻ്റെയൊക്കെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്. അത് ജാസ്മിനും ഗബ്രിയൊക്കെ കണ്ടിക്കുന്നുണ്ട് മെൻ്റലായിട്ട്. അപ്പോൾ റസ്മിൻ ചെന്ന് വന്ന് പറയുന്നുണ്ട്, മെൻ്റലായിട്ട് ഒരാൾ ഡൗൺ ആയിട്ട് നിൽക്കുമ്പോൾ അവരെ അങ്ങോട്ട് കയറി ആക്രമിക്കുന്നത് ശരിയല്ല എന്നൊക്കെയാണ് റസ്മിൻ്റെ കണ്ടുപിടുത്തം. അപ്പോൾ റസ്മിൻ, ജാസ്മിൻ, പിന്നെ ഗബ്രി ഇവരൊക്കെ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. അവർ വീണ്ടും ജിൻഡോ ക്യാപ്റ്റനായത് ഇവർക്ക് 3 പേർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇഷ്ടപ്പെടാതെ അവർ ജിൻഡോയായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത്. ജിൻഡോ ഞാൻ പറഞ്ഞില്ലേ, രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ജിൻഡോ നേരത്തെ ആ പവർ ടീമിൻ്റെ കമ്മിറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇനി അവൾ എനിക്കെതിരെ വന്നു കഴിഞ്ഞാൽ കാലെ വാരി നിരത്തടിക്കും. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, പവർ ടീമിൻ്റെ മുന്നിലും അത് തുറന്നു പറഞ്ഞു. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് നമ്മൾ ഇപ്പം പറയണ്ട, ആൾക്കാരുടെ മുന്നിൽ വെച്ച് പറയണ്ട, നമ്മൾ ഈ രഹസ്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തിനാ പുറത്ത് പറയുന്നതെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ജിൻഡോ അങ്ങനെയല്ല, രഹസ്യങ്ങളൊന്നുമില്ല, എല്ലാം പരസ്യമാണ്. ആരുടെ മുഖത്ത് നോക്കി പറയാൻ ജിൻഡോ തയ്യാറാകും. ഇനി അതേ ഡേറ്റ് പിടിച്ചേക്കുകയാണ്. ഒരാളെ ഭീഷണിപ്പെടുത്തി, ഗബ്രിയാണ് പറയുന്നത്, ഒരാളെ ഭീഷണിപ്പെടുത്തി ഒരാളെ നിലത്തി താഴെ അടിക്കുമെന്ന് പറഞ്ഞു. അത് ക്യാപ്റ്റനെതിരെ നടപടി വേണം, അത് പവർ ടീം കമ്മിറ്റി കൂടി തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കമ്മിറ്റി കൂടി ക്യാപ്റ്റനെതിരെ നടപടി എടുത്താലും അതൊന്നും ജിൻഡോയുടെ അടുത്ത് വില പോകില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ജിൻഡോയുടെ ക്യാപ്റ്റൻസി ഇന്നലെ ഉജ്ജ്വല തുടക്കമാണ് കുറിച്ചത്. ഇന്നും അതുപോലെ തന്നെ ജിൻഡോ ക്യാപ്റ്റൻ ഇങ്ങനെ പോവുകയാണ്. ഏതായാലും ഗബ്രിയും ജാസ്മിനും ആക്റ്റീവായി വന്ന സ്ഥിതിക്ക് ഇനി എന്തെങ്കിലുമൊക്കെ നടക്കും, നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ.